നമ്മുടെ ലോറിക്കീറ്റുകൾക്കെല്ലാം ഏകദേശം പ്രായപൂർത്തിയായെന്ന് മനസ്സിലായപ്പം ഞാനൊരു 10, 15 നെസ്റ്റിംഗ് ബോക്സുകൾ അങ്ങ് ഓർഡർ ചെയ്തു. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് അതിൽ ഈ കുറ്റിയും കൊളുത്തുമൊക്കെ പിടിപ്പിച്ച് ഇത് ഈ കൂടുകളുടെ മേലെ തൂക്കി തൂക്കി ഇടണം. അപ്പോൾ അതിനുള്ള പരിപാടികളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോക്സുകളൊക്കെ റെഡിയായിട്ടൊരു 3-4 ദിവസമൊക്കെ ആയെങ്കിലും ഞാൻ ചെറിയൊരു കറക്കത്തിലുമായിരുന്നു. ഞാൻ ബാംഗ്ലൂരൊക്കെ പോയി ഇന്ന് രാവിലെ തിരിച്ചു വന്ന് ഉച്ചവരെ കിടന്നുറങ്ങി. അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും കുറ്റിയും കൊളുത്തൊക്കെ വെച്ച് എല്ലാം സ്ട്രോങ് ആണെന്നൊക്കെ ചെക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ടെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും. ഏകദേശം 15 ഇഞ്ച് ഹൈറ്റും അതേപോലെ 12 ഇഞ്ച് വീതിയാണ് ഈ ബോക്സുകൾക്കുള്ളത്. അപ്പോൾ തേക്കിൻ്റെയും അതേപോലെ പ്ലാവിൻ്റെയൊക്കെ തടിയിട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ലോറി കീറ്റുകളായതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെയുള്ള ചെറിയ കമ്പുകൾ അതിൻ്റെ ഈ ഒരു ദ്വാരമുണ്ട് ഇവർക്കകത്തേക്ക് കയറാനുള്ള. അപ്പോൾ അവിടെ കൊണ്ട് അടിച്ചിറക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് അതിൽ വന്ന് ഇരിക്കാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ ഈ ബോക്സ് എല്ലാം റെഡിയാക്കി 10-15 ബോക്സ് ഞാനും ശ്രുതിയും പ്രഭയും അതേപോലെ തന്നെ നമ്മുടെ പൗത്രനും യാമിനിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കി മെല്ലെ കൂടുകളുടെ അകത്തേക്ക് എടുത്തു വെച്ചു. അപ്പോൾ ലോറി കീറ്റുകൾക്കെല്ലാം ഭയങ്കര ആകാംക്ഷ, ഇതെന്താ ചെയ്യുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവരെല്ലാം മേലെ കൂടുകളുടെ മേലെ പോയിരുന്നിട്ട് വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുക, ഇവൻ എന്താണ് ഇതിൻ്റെ അകത്ത് ഈ പരിപാടികൾ ചെയ്യുന്നതെന്ന്. എന്തായാലും കൂടുകൾ ഓരോന്നായിട്ട് എടുത്ത് മെല്ലെ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ കോക്കുട്ടൻ അവിടെ വന്നിട്ട് നോക്കുന്നുണ്ട്. എനിക്കൊന്നും ഇല്ലേന്നാണോ ചോദിക്കുന്നത്, അതോ നീ എന്താണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്നാണോ എന്നറിയില്ല. എന്തായാലും അവൻ വന്നിരുന്ന് കുറേ നേരം നോക്കി. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൻ ആ കൂടിൻ്റെ അപ്പുറം നിന്ന് ഈ ബോക്സിനിട്ട് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. കാരണം കോക്കറ്റും ഒക്കെ അങ്ങനെയാണ്, അവർക്കങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. കോക്കുട്ടനെ സംബന്ധിച്ച് അവൻ അത്ര പോലും ഇഷ്ടമല്ല, ഫുൾ ടൈം ആക്റ്റീവാണ്. എന്തായാലും ബോക്സുകളെല്ലാം തൂക്കി വെച്ചു. ലോറി കീറ്റുകളും എല്ലാം അടുത്തൂടെയൊക്കെ വന്ന് നോക്കുന്നുണ്ട്. അവർ പെട്ടെന്നൊന്നും അതിൻ്റെ അകത്ത് കയറിയിരിക്കില്ല, കുറച്ച് സമയമെടുക്കും. അവിടെ എവിടെയൊക്കെ ഇരുന്ന് എന്തായാലും ഭയങ്കരമായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. സാധാരണ ഞങ്ങൾ കൂട്ടിൻ്റെ അകത്ത് കയറുമ്പോൾ ഞങ്ങളുടെ തലയിലൊക്കെ വരുന്നത്, പക്ഷേ ഈ ബോക്സൊക്കെ കൊണ്ട് കയറ്റിയോണ്ട് അവന്മാർ ചെറിയ പേടിയില്ലാന്ന് തോന്നുന്നു. എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് നിരനിരയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് കാലം എടുക്കുമായിരിക്കണം അതിൻ്റെ അകത്തേക്ക് ഇവരെല്ലാം കയറാൻ. നമ്മുടെ അപ്പുറത്തെ കൂട്ടിലെ സൺകുഞ്ഞുറകളൊക്കെ വന്നിരുന്ന് നോക്കുന്നു. എന്തായാലും ലോറിക്കീറ്റുകൾ വന്നിട്ട് മെല്ലെ ബോക്സിൻ്റെ അകത്തേക്ക് തലയിട്ട് നോക്കുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും അപകടം ഉണ്ടോ, സേഫായിട്ടുള്ളതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ നോക്കുന്നത്. സേഫാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവർ കുറച്ച് കഴിയുമ്പോഴത്തേനും എന്തായാലും അതിൻ്റെ അകത്തോട്ട് കയറും. എന്തായാലും ഒരു 5-6 മാസത്തിനകം ചിലപ്പം അവരെല്ലാം ഓക്കെ ആയി പേടിയൊന്നും ഇല്ലയെന്ന് വന്നു കഴിഞ്ഞാൽ അവരുടനെ കുഞ്ഞുങ്ങളെയൊക്കെ ആക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ബോക്സ് എല്ലാം വെച്ചതിനൊരു നന്ദി പറയുന്നതാണെന്ന് തോന്നുന്നു. എല്ലാവരും അടുത്തൊക്കെ വന്നിരിക്കുന്നുണ്ട്. കോക്കുട്ടൻ പുറകെ ഇരുന്ന് എന്തോ പറയുന്നുമുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, 5-6 മാസം വെയിറ്റ് ചെയ്യാം, എന്താവും അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഭാവിയിൽ നമുക്ക് കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.